കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഓരോ അധികാരമാറ്റവും പുതിയ പ്രതീക്ഷകളും ആശങ്കകളും ഒരുപോലെ ഉയർത്താറുണ്ട്. ഇപ്രാവശ്യം കേരളത്തിൽ അധികാരത്തിലെത്തുന്ന പുതിയ UDF മുഖ്യമന്ത്രിക്ക് മുമ്പിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി വികസനവും സാമൂഹ്യ സുരക്ഷയും തമ്മിലുള്ള സമതുലിതം നിലനിർത്തുക എന്നുള്ളതാണ്. 3 അക്കം തികച്ച് ഗംഭീര ജയത്തോടെ വീണ്ടും അധികാരത്തിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് UDF. അധികാരത്തിൽ നിന്ന് 10 വർഷം അകന്നു നിന്ന ശേഷമാണ് UDFന്റെ വമ്പൻ തിരിച്ചുവരവ്. ലോകവും കേരളവും വലിയ അനിശ്ചിതത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് UDFന്റെ കയ്യിലേക്ക് അധികാരം തിരിച്ചെത്തിയിരിക്കുന്നത്. സാമ്പത്തിക രംഗത്ത് വലിയ വെല്ലുവിളികളാണ് പുതിയ സർക്കാരിനെ കാത്തിരിക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധി, തൊഴിലില്ലായ്മ, വിലക്കയറ്റം തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് ത്വരിത പരിഹാരം കണ്ടെത്തേണ്ട സാഹചര്യമാണിപ്പോൾ കേരളത്തിലുള്ളത്. സംസ്ഥാനത്തിൻ്റെ കടബാധ്യതയും വരുമാന ചെലവ് അന്തരവും ഉയർന്നിരിക്കുന്ന സാഹചര്യത്തിൽ പുതിയ സർക്കാർ ചെലവ് നിയന്ത്രണവും വരുമാന വർധനയും തമ്മിൽ സമതുലിതമായ സമീപനം സ്വീകരിക്കേണ്ടി വരും. ക്ഷേമ പദ്ധതികൾ തുടരുമോ, പുതിയ പദ്ധതികൾ പ്രഖ്യാപിക്കുമോ എന്നതും ധനപരിധികളോട് ചേർന്ന് തീരുമാനിക്കേണ്ട പ്രധാന വിഷയങ്ങളാണ്. UDFനെ റെക്കോർഡ് വിജയത്തിലേക്ക് നയിച്ചത് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങളാണ്. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്രയാണ് പ്രധാന പ്രഖ്യാപനം. കർണാടകയിലും തെലങ്കാനയിലും സമാന പ്രഖ്യാപനങ്ങളിലൂടെ അധികാരത്തിലെത്താൻ കോൺഗ്രസിന് സാധിച്ചിരുന്നു. എന്നാൽ ഈ സംസ്ഥാനങ്ങളിൽ സൗജന്യ ബസ് യാത്ര സർക്കാരിന് വലിയ ബാധ്യതയാണ് വരുത്തിവെച്ചിരിക്കുന്നത്. കർണാടകയെയും തെലങ്കാനയെയും അപേക്ഷിച്ച് തനത് വരുമാനം തീരെ കുറഞ്ഞ സംസ്ഥാനമാണ് നമ്മുടെ കേരളം. മാത്രവുമല്ല, KSRTC വലിയ കടക്കണിയിലുമാണ്. ഈ അവസ്ഥയിൽ സൗജന്യ യാത്ര കൂടി അനുവദിച്ചാൽ പ്രതിസന്ധി രൂക്ഷമാകും. KSRTCയെ മാത്രമാകില്ല സൗജന്യ യാത്ര ബാധിക്കുക, സ്വകാര്യ ബസ് വ്യവസായത്തെയും ഇത് ബാധിച്ചേക്കും. ഇതിനൊക്കെ ബദൽ സംവിധാനം ഗവൺമെൻറ് കണ്ടേ മതിയാകും. അതുപോലെ തൊഴിൽ മേഖലയും സർക്കാരിന് മുന്നിലുള്ള പ്രധാന വെല്ലുവിളികളിലൊന്നാണ്. യുവാക്കൾക്കിടയിൽ ഉയർന്നു വരുന്ന തൊഴിലില്ലായ്മ ആശങ്കാജനകമാണ്. സ്വകാര്യ നിക്ഷേപം ആകർഷിക്കുക, സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുക, പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നിവയ്ക്കായുള്ള നയപരമായ ഇടപെടലുകൾ വേണ്ടിവരും. അതുപോലെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട വാഗ്ദാനം കോളേജ് വിദ്യാർത്ഥികൾക്ക് പ്രതിമാസം 1000 രൂപ വീതം സാമ്പത്തിക സഹായം നൽകുക എന്നതാണ്. തൊഴിൽ രഹിതരായ യുവാക്കൾക്ക് വ്യവസായം തുടങ്ങാൻ 5 ലക്ഷം രൂപ വരെ പലിശരഹിത വായ്പയും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഈ വാഗ്ദാനങ്ങൾ എങ്ങനെ നടപ്പിലാക്കുമെന്നത് പുതിയ സർക്കാരിനെ സംബന്ധിച്ച് ചോദ്യചിഹ്നമാണ്. അതുപോലെ എല്ലാ സാമൂഹ്യക്ഷേമ പെൻഷനുകളും 2000 നിന്ന് 3000 രൂപയാക്കും. അതുപോലെ എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപയുടെ സൗജന്യ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയും കൊണ്ടുവരും. അതുപോലെ യുവാക്കൾക്ക് സംരംഭങ്ങൾ തുടങ്ങാൻ 5 ലക്ഷം രൂപ വരെ പലിശരഹിത വായ്പ ലഭിക്കും. മുതിർന്ന പൗരന്മാരുടെ ക്ഷേമത്തിനായി പ്രത്യേകം വകുപ്പും ഉണ്ട്. UDF സർക്കാരിൻ്റെ വിജയവും പരാജയവും അവരുടെ വാഗ്ദാനങ്ങൾ എത്രത്തോളം യാഥാർത്ഥ്യമാകുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. ജനങ്ങൾ വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുമ്പോൾ ഈ സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ഓരോ നീക്കവും ശ്രദ്ധേയമായ സ്വാധീനം ചെലുത്തും. ഭരണത്തിൻ്റെ ആദ്യ വർഷം തന്നെ ഈ സർക്കാർ എത്രത്തോളം ദിശാബോധത്തോടെ മുന്നോട്ട് പോകുന്നു എന്നത് വളരെ പ്രധാനമാണ്. ഈ വിഷയത്തിൽ നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക.